Hello guys. Hello guys. Welcome to TraVlogs. അപ്പോൾ ഞാൻ അർജുൻ, ഞാൻ സൂര്യ. ഇന്ന് നമ്മളിവിടെ ഒരു വെറൈറ്റി ഡിഷുമായാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ ഡിഷ്. നമ്മൾ ഇത്ര ആൾ കൊണ്ടുവന്നത് വെറൈറ്റി തന്നെയാണ്, പക്ഷെ ഇന്നും ഒരു പുതിയ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു വെറൈറ്റി കുറേ വരാനുണ്ട്. ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഹണി നട്ട് ക്രഞ്ച്. ചിക്കൻ ഹണി നട്ട് ക്രഞ്ച്. നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു എന്താ പറയാ, നമ്മളുടെ സ്നാക്സില്ലേ, ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ബ്രോസ്റ്റഡ് ചിക്കൻ, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ് പോലെ കഴിക്കാൻ പറ്റിയ ഒരു പുതിയ ഡിഷാണ്. ഇത്തിരി സ്വീറ്റ് ഡിഷാണ്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ ഇന്നത്തെ ഡിഷിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനൊരു 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് ഞാൻ ഹണി ഫ്ലേവർ എടുത്തിരിക്കുന്നത്, കെല്ലോഗ്സിൻ്റെ കോൺഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 മുട്ട വേണം. മുട്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് മൈദ വേണം മുക്കിപ്പൊരിക്കാനായിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു 4-5 അല്ലിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് നുറുക്കിയത്. പിന്നെ ബട്ടർ വേണം. പിന്നെ നമ്മുടെ കപ്പലണ്ടി, പിന്നെ കാഷ്നട്ട്, ഇത് രണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ വിനീഗറും സോയാ സോസുമാണ്. ഇത് രണ്ടും നമുക്ക് സോസ് ഉണ്ടാക്കാനാണ് ഇതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ വൈറ്റ് പെപ്പർ പൗഡറും ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അവസാനം നമുക്ക് ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. ഒരു 3 സവാള ഇവിടെ ഇതുപോലെ സ്ലൈസ് ചെയ്തതായിട്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാറ്റാം. നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ട മുട്ടയാണ്. മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ബീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലേക്സ് നന്നായി ക്രഷ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്ക് ചിക്കനിൽ കുറച്ച് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ഉപ്പ് വേണമല്ലോ ചിക്കൻ വറുക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വൈറ്റ് പെപ്പറും ഇട്ട് കൊടുക്കാം. ചെറിയൊരു എരിവ് വേണമല്ലോ, ഒരു 2-2.5 സ്പൂൺ മതിയാവും. അപ്പോൾ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് നമ്മുടെ കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മൈദയാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ വറുക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ചിക്കൻ മുട്ടയിൽ മുക്കിയതിന് ശേഷം മൈദയിൽ മുക്കി നമ്മുടെ കോൺഫ്ലേക്സിൽ മുക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വറുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വറുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഭയങ്കര ചൂട് പാടില്ല. ആദ്യമേ ഭയങ്കര ചൂടിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ സൈഡൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ സിമ്മിലിട്ടാൽ വറുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഓരോരോ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കിയതിന് ശേഷം മൈദയിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കോൺഫ്ലേക്സിൽ മുക്കാം. നന്നായിട്ട് മുക്കാം, നന്നാണ് കോട്ടാവണം. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാം. ഇതുപോലെ അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ലോണം ഫ്രൈഡ് ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് വരാം. നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനത്തെ റൗണ്ടാണ്. ഇതും കൂടി ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ച് നമ്മുടെ മൈദയും ഉപ്പും വൈറ്റ് പെപ്പർ പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഈ ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ എടുത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. സൂര്യ മിക്സ്. നമ്മളുടെ സവാള നന്നായി നമ്മുടെ മൈദയിലേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നമ്മുടെ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം. ഗായ്സ്, നമ്മളുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, അതൊരു ഗോൾഡൻ ബ്രൗൺ ആണ്. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ സൂര്യ? ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. പിന്നെ നമുക്ക് ഒരു സോസ് ഉണ്ടാക്കാനുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്കിനി നമ്മുടെ പീനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിക്കരുത്, തേൻ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ്. ഇപ്പോൾ തേനിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ബട്ടറും തേനും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഒണിയൻ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യണ്ട. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന നമ്മളെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സോട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഹണി നട്ട് ക്രഞ്ച് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അത് ഗാർണിഷ് ചെയ്യണ മുന്നായിട്ട് നമുക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഗൈസ്, നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ബട്ടർ ചേർക്കാം. ബട്ടർ വളരെ കുറച്ച് ഇത്രയും മതി, വളരെ കുറച്ച് മതി. ജസ്റ്റ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിനീഗറും സോയാ സോസും സെയിം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് വിനീഗർ ആൻഡ് സോയാ സോസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു തരി വൈറ്റ് പെപ്പർ ആഡ് കൊടുക്കാം. തരി ഉപ്പും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കണം. ഇപ്പോൾ വെള്ളം പോലെ കുറുകി കിട്ടും.
ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ സോസ് കുറുകിയിട്ടുണ്ട്. സോസ് റെഡിയാണ്. ഇനി നമുക്കൊരു വേറെ ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സോസ് റെഡി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് ആ ചിക്കനും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള പരിപാടിയാണ്. എപ്പോഴും അവനെ കൊണ്ട് ടേസ്റ്റ് നോക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് അവൻ ടേസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യും. സോസിൽ അധികം മുക്കരുത്, കാരണം സോയാ സോസിൻ്റെ ഒരു കുത്തിലുണ്ടാവും. കുറച്ച് മുക്കാവും. എന്താ പറയുക, റോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും പിന്നെ ഹണി നമ്മൾ ഒടിയൻ എല്ലാം കൂടി വരുമ്പോൾ വേറൊരു സംഭവമായിട്ടുണ്ട്. സൂര്യ നീ ടേസ്റ്റ് ചെയ്തത് സംഭവം ഒന്നും പറയാനില്ല. സൂപ്പർ സൂപ്പറല്ല? ചേർച്ച ചിക്കൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ അഭിപ്രായം കമൻസിൽ കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക്